ഹായ് ബഡീസ്. അപ്പോൾ നമുക്കിന്നൊരു കിടിലൻ ബീഫ് കറി ഉണ്ടാക്കാം. നമ്മളിന്ന് പിടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കിടിലൻ ബീഫ് കറി ഉണ്ടാക്കാം. അപ്പോൾ നല്ല ബീഫ് കഴുകി വാരി കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് അതിനകത്തേക്ക് സവാള ഇടുക, കറിവേപ്പില ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇടുന്നതിന് മുന്നേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചിടണം. ഞാൻ ഓൾറെഡി ഏകദേശം ഇടേണ്ട സാധനങ്ങളുടെയൊക്കെ ഒരു കണക്ക് പറയണതാണ്, ഓർഡറൊന്നും പറയാൻ പറ്റത്തില്ല. മഞ്ഞൾപ്പൊടി ഇടണം, അതിനകത്തേക്ക് നല്ല മുളക് പൊടി ഇടണം, ഗരം മസാല ഇടണം. ഇതെല്ലാം എങ്ങനെ ഓർഡർ ചേർത്താലും കുഴപ്പമില്ല. വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പിടണം. ഇത്രയും സാധനങ്ങളിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അതെല്ലാം അതിനകത്തേക്ക് അടിപൊളിയായിട്ട് പിടിക്കാൻ പാകത്തിന് മിക്സ് ചെയ്ത് നമുക്കത് അടച്ച് വെച്ച് കുക്കർ ഒരു 3-4-5 വിസിലാവുന്ന വരെ ഏകദേശം നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അത് വേകുമ്പോഴത്തേനും നമുക്ക് അടുത്ത മസാലയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു ഉരുളെടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഉലുവയിട്ട് പൊട്ടിച്ച് അത്രയും കാര്യങ്ങളാകുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു അര സവാള, ഒരു അത്യാവശ്യം മുഴുപ്പുള്ളൊരു സവാളേൻ്റെ ഒരു പകുതി സവാള, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്തേക്ക് അത്യാവശ്യം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങളെപ്പോൾ വേണമെങ്കിലും വഴറ്റിയിട്ടോ അതിന് മുന്നേ ഒക്കെ ആയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കണം. അത് നല്ലോണം മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കണം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം, ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ മീറ്റ് മസാലയൊന്നും ഇടാറില്ല, ഗരം മസാല തന്നെ ഇടുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് അതിനകത്തേക്ക് അത് നല്ലോണം വാടിക്കഴിഞ്ഞ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ആ തക്കാളിയും വാടിക്കഴിയുമ്പോൾ നമുക്ക് ആ ബീഫ് വേവിച്ച് സ്റ്റോക്ക് എടുത്തിട്ട് ആ വെള്ളം ഇല്ലേ, ആ വെള്ളം എടുത്ത് നമുക്ക് ആ മസാലയ്ക്കകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം വേവിച്ച് തിളപ്പിച്ചെടുക്കണം. മാക്സിമം ഇളക്കി തന്നെ തിളപ്പിക്കുകയാണെങ്കിൽ അത് അടിപൊളിയായിട്ടുണ്ടാകും. ബട്ട് കുറച്ചൊരു 3-4 മിനിറ്റ് തന്നെ തിളച്ച് വരും. കാരണം ഓൾറെഡി ബീഫിൻ്റെ വെള്ളത്തിന് നല്ല ചൂടായിട്ടിരിക്കുകയാണല്ലോ, അത് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. അത് തിളച്ച് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബാക്കി ബീഫ് എടുത്തിടാം. ആ ബീഫും കൂടെ ഇട്ട് നല്ലോണം ഇളക്കി തിളപ്പിച്ച് കുറച്ചൊന്ന് ടൈറ്റ് ആവുന്നൊരു കൺസിസ്റ്റൻസി, ഏകദേശം ഈ ഒരു പരിവൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് എടുക്കാം. എന്നിട്ട് നല്ല പിടിയൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ ബൈ.